കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവരും കൂടി ഊണ് കഴിക്കാനിരിക്കുമ്പോൾ അരുണിന് ചെട്ടിയാരുടെ മാനേജറുടെ ഫോൺ വരുന്നു. ഇനിയും സ്വർണവും പണവും അവിടെ എത്തിയിട്ടില്ല എന്ന് അരുൺ പറഞ്ഞു. പേടിക്കേണ്ട, അവിടെ എത്തിക്കേണ്ട ചുമതല ഞങ്ങൾക്കുണ്ട് എന്ന്. രാജീവൻ: ഇനിയും എത്തിയിട്ടില്ലേ? അരുൺ: ഇല്ല, അതാണ് ചൂടായിട്ട് ചെട്ടിയാരുടെ മാനേജർ എന്നെ വിളിച്ചത്. രാജീവൻ: ഹൈവേയിൽ കൂടെ പോയ 2 മണിക്കൂർ വേണ്ടല്ലോ. അരുൺ: ഞാനും അതാ ആലോചിക്കുന്നത്. രാജീവൻ: ഇനി കാറിന് വല്ല പഞ്ചറോ ആയി മറ്റോ വഴിയിൽ കിടക്കുന്നുണ്ടാവോ? അരുൺ: നീ ഒന്ന് വിളിച്ചു നോക്ക്. ഫോൺ സുധീഷിൻ്റെ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. രാജീവൻ: സുധീഷിൻ്റെ ഫോണിൽ ചാർജ് ഇല്ലേ മോളെ? നിധി: അറിയില്ലച്ചാ. അരുൺ: വണ്ടിയിൽ നിന്ന് ചാർജ് ചെയ്യാമല്ലോ അച്ഛൻ. അതെ, നീ ആ വണ്ടിയുടെ ലൊക്കേഷൻ ഒന്ന് നോക്കിയേ. അരുൺ: നമ്മൾ പറഞ്ഞ ലൊക്കേഷനിലേക്കല്ല വണ്ടി പോയത് അച്ഛൻ. അരുൺ: ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി വഴി മാറിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ ലൊക്കേഷൻ കാണാനില്ല. നിധി: ലൊക്കേഷൻ കൊടുത്തത് തെറ്റായിട്ടായിരുന്നോ? രാജീവൻ: ഞാൻ എങ്ങനെ തെറ്റായിട്ട് ലൊക്കേഷൻ കൊടുക്കും? ഇത് ലക്ഷങ്ങളുടെ ഡീലല്ലേ. ഞാൻ തോന്നിയതുപോലെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് രാജീവൻ. രാജീവൻ: സെയിം ലൊക്കേഷൻ തന്നെയാണ്, അതേ നോക്കിക്കേ എന്ന് നിധിയോട്. അരുൺ: ഇവിടുന്ന് വണ്ടി പോയി 50 കിലോമീറ്റർ കഴിഞ്ഞ ഉടനെ തന്നെ വണ്ടി തിരിഞ്ഞിട്ടുണ്ട്. രാജീവൻ: 50 കിലോമീറ്ററിൽ തിരിഞ്ഞു എന്നോ? നിധി: ഇനി വേറെ വല്ല വഴിക്കും പോയതായിരിക്കുമോ? അരുൺ: നമുക്ക് അബദ്ധം പറ്റിയോ എന്നൊരു സംശയമുണ്ടച്ച. നമ്മൾ ഇത്രയും പണവും സ്വർണവും സുധീഷിൻ്റെ കയ്യിൽ കൊടുത്തത് അബദ്ധമായോ? പണം കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് മാറി കാണുമോ? അച്ഛൻ: എല്ലാം എടുത്ത് നാടുവിടാൻ തീരുമാനിച്ചോ എന്തോ. നിധി: എന്തർത്ഥത്തിലാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? സുധീഷ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഓരോന്നും നിങ്ങളായിട്ട് പറഞ്ഞുണ്ടാക്കണ്ട. അരുൺ നിധിയോട്: വണ്ടി മാറിപ്പോയതും സമയത്തിന് എത്താത്തതും എൻ്റെ കുറ്റമാണോ? അവൻ ഇവിടുന്ന് പോയിട്ട് 3 മണിക്കൂറായി. ഒരു തവണ പോലും അവൻ ഇതുവരെ ഫോൺ ചെയ്തിട്ടില്ല. അങ്ങോട്ട് വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ്. ഇത്രയൊക്കെ പണവും സ്വർണവും കൊടുത്തയക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ? അവൻ ഒരു തവണയെങ്കിലും വിളിക്കണ്ടേ? നിന്നെയെങ്കിലും വിളിച്ചോ അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന് നിധിയോട് അരുൺ ദേഷ്യപ്പെടുന്നു. അച്ഛൻ: അരുൺ, അങ്ങനെയൊന്നും അറുത്തുമുറിച്ച് പറയരുത്. സുധീഷ് നമ്മുടെ മരുമകനാണ്, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നതാണ്. അരുൺ: ഞാൻ പിന്നെ എന്ത് വേണം അച്ഛാ? അവർ എന്നോട് ദേഷ്യപ്പെടുന്നത് കണ്ടില്ലേ? നിസാര തുകയൊന്നുമല്ല അവൻ്റെ കയ്യിലുള്ളത്. നിധി: സുധീഷ് അങ്ങനൊരു കാര്യം ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാ. നിധി അച്ഛനോട്: വെറുതെ ഒരു ആരോപണം സുധീഷിൻ്റെ മേൽ ഉന്നയിക്കരുത് എന്ന് അരുണിനോട് പറ. അച്ഛൻ: അരുൺ, നീ ഒന്നും മിണ്ടാതിരിക്കേ. ഇത്രയും പെട്ടെന്ന് നീ ഒരു തീരുമാനത്തിലേക്ക് എത്തണ്ട. നിധിയോട്: മോളെ, നീ ഒന്ന് അവനെ വിളിച്ചു നോക്ക്. സ്വിച്ച് ഓഫ് ആണ് അച്ഛാ എന്ന് നിധി പറയുന്നുണ്ട്. അരുൺ: എനിക്ക് ഏത് നേരത്താണോ അവനെ പറഞ്ഞു വിടാൻ തോന്നിയത്? അച്ഛൻ ഒറ്റ കാരണമാണ് ഇതൊക്കെ. ക്ഷണിക്കാനും ക്ഷമിക്കാനും പോയതുകൊണ്ടല്ലേ ഇപ്പം ഇതൊക്കെ സംഭവിച്ചത്. അവസാനം അവൻ അവൻ്റെ തനി നിറം കാണിച്ചു എന്ന് അരുൺ. സുധീഷിനെ ഒരു റൂമിൽ ഇരുത്തിയിരിക്കുകയാണ്. 2-3 പേർ അവിടെ ഉണ്ട്. സുധീഷ് അവരോട്: നിങ്ങളൊക്കെ ആരാണ്? എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്? എൻ്റെ കാറിലുണ്ടായിരുന്ന ആ ബാഗ് എവിടെ? എന്നെ കൊന്നിട്ട് ആ പണവും സ്വർണവും തട്ടിയെടുക്കാനാണ് നിങ്ങൾക്ക് ശ്രമമെങ്കിൽ നിങ്ങളെ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല കേട്ടോ, വലിയ പ്രശ്നമാകും അതൊക്കെ. സുധീഷ്: എന്നെ അഴിച്ചു വിടടാ, കെട്ടിയിട്ട് തല്ലാൻ ആർക്കും പറ്റും. ആണുങ്ങളാണെങ്കിൽ നേർക്ക് വാടാ. പിടിച്ചിട്ട് പോയവർ. അവൻ നമ്മളെ വെല്ലുവിളിക്കുകയാണല്ലോ. നമുക്ക് അഴിച്ചിട്ടൊന്ന് നേർക്കുനേർ നോക്കിയാലോ? നീ അവൻ്റെ വെല്ലുവിളി സ്വീകരിക്കാൻ വന്നതല്ലല്ലോ. നമ്മളോട് പറഞ്ഞ കാര്യം നമ്മൾ നടത്താൻ വേണ്ടി വന്നതാണ്. സുധീഷ് അവിടെ കിടന്ന് ഭയങ്കര ബഹളം. അത് സഹിക്കാൻ വയ്യാണ്ട് അവിടെ ഇരുന്ന ഒരാൾ പ്ലാസ്റ്റർ എടുത്ത് സുധീഷിൻ്റെ വായിൽ ഒട്ടിച്ചു. നിധി അച്ഛനോട്: സുധീഷ് എവിടെയാണെന്ന് അറിഞ്ഞോ അച്ഛാ? അച്ഛൻ: അവൻ നമ്മളെ ചതിച്ചു മോളെ, നമ്മളെ നാണം കെടുത്തി. അവൻ എവിടെയാണെന്ന് നമുക്കറിയില്ല. അരുൺ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് അവൻ ഒരു ദിവസം കൊണ്ട് കടന്നു കളഞ്ഞു. അച്ഛൻ ഏട്ടനോടൊപ്പം ചേർന്ന് സുധീഷിനെ കുറ്റപ്പെടുത്തുകയാണോ? സുധീഷ് അങ്ങനെ ഒരാളല്ല. അച്ഛൻ ആദ്യം അത് മനസ്സിലാക്ക്. അരുൺ നിധിയോട്: അവൻ ഒരു ഫ്രോഡാണ്. ആദ്യം നീ അത് മനസ്സിലാക്ക്. അവൻ നമ്മളെ എല്ലാവരെയും ഓരോന്ന് പറഞ്ഞ് പറ്റിച്ചു
പണം കൈക്കലാക്കി. അതും കൊണ്ടവൻ പോയി. നിധി: ഒരിക്കൽ പോലും സുധീഷ് പണം കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിധി: മറ്റെന്ത് ചെയ്താലും സുധീഷ് പണം മാത്രം മോഷ്ടിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. സുധീഷ് മാത്രമല്ല, സുധീഷിൻ്റെ വീട്ടുകാരും അങ്ങനെ ചെയ്യില്ല. സുധീഷിന് എന്തോ പറ്റിയിട്ടുണ്ട്. ആദ്യം നിങ്ങൾ പോയി അത് അന്വേഷിക്കേ. അരുൺ നിധിയോട്: നീ ഇപ്പോഴും അവനെ വിശ്വസിക്കുകയാണോ? അങ്ങനെ അച്ഛനും മോനും കൂടെ സുധീഷിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബൈ.